ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം ശ്രീകൃഷ്ണ പരമാത്മനേ നമഃ. ഓം ശ്രീമദ് നാരായണീയത്തിലേക്ക് ഏവർക്കും സ്വാഗതം. 35-ാം ദശകത്തിലെ 1-ാം ശ്ലോകത്തെ കാണാം. നീത സുഗ്രീവ മൈത്രീം തദനു ഹനുമതാ ദുന്ദുഭേ കായമുച്ചൈ ക്ഷിപ്ത്വാങ്കുഷ്ടേന ഭൂയോ ലുലവിധയുഗപദ പത്രിണാ സപ്തസാലാൻ ഹത്വാ സുഗ്രീവ ഖാദോദ്യതം അതുലബലം ബാലിനം വ്യാജവൃത്യാ വർഷാവേലാമനൈഷീ വിരഹതരളിത ത്വം മതംഗാശ്രമാന്തേ. ഓരോ വാക്കുകളിലേക്കും അർത്ഥതലങ്ങളിലേക്കും ആദ്യം ശ്രദ്ധ ചെയ്യാം. തദനു അനന്തരം ഹനുമത സുഗ്രീവ മൈത്രിയും നീതഃ ത്വം, ഹനുമാനാൽ സുഗ്രീവനോടുകൂടി സഖ്യത്തെ പ്രാപിക്കപ്പെട്ട നിന്തുരവടി ദുന്ദുഭേ കായം അങ്കുഷ്ടേന ഉച്ഛേക്ഷിത്വ, ദുന്ദുഭി എന്ന അസുരന്റെ അസ്ഥികൂടത്തെ കാൽ പെരുവിരൽ കൊണ്ട് ഊക്കോടെ തട്ടിയെറിഞ്ഞിട്ട് ഭൂയഃ പത്രിണ സപ്തസാലാൻ യുഗപത് ലുലവിത, പിന്നീട് ഒരു ബാണം കൊണ്ട് 7 സാലവൃക്ഷങ്ങളെയും ഒരുമിച്ച് ഛേദിച്ചു. സുഗ്രീവ ഘാതോദ്യതം അതുലബലം, സുഗ്രീവനെ വധിക്കുവാനൊരുങ്ങിയവനും എതിരില്ലാത്ത ബലത്തോടു കൂടിയവനുമായ ബാലിനം വ്യാജവൃത്യാ ഹത്വാ, ബാലിയെ വ്യാജമായി, അതായത് മറഞ്ഞിരുന്ന് സംഹരിച്ചിട്ട് ത്വം വിരഹതരളിത മതംഗാശ്രമാന്തേ വർഷാവേലാമനേഷി, അങ്ങ് സീതാവിയോഗത്താൽ വ്യാകുലചിത്തനായി മതംഗ മഹർഷിയുടെ ആശ്രമത്തിന് സമീപം വർഷകാലം മുഴുവൻ കഴിച്ചുകൂട്ടി. സുഗ്രീവ സഖ്യം, ബാലിവധം തുടങ്ങിയ കഥകളെ പ്രതിപാദിക്കുകയാണ് ഈ ശ്ലോകത്തിലൂടെ. ഹനുമാൻ രാമലക്ഷ്മണന്മാരെ ചുമലിലേറ്റി സുഗ്രീവ സന്നിധിയിൽ കൊണ്ടുചെന്നാക്കി. സുഗ്രീവനോടുകൂടി അഗ്നിസാക്ഷിയാക്കി സഖ്യം ചെയ്യിച്ചു. ആ സമയം സീതാദേവിയെ അന്വേഷിച്ച് കണ്ടുപിടിച്ചു കൊള്ളാമെന്ന് സുഗ്രീവനും ബാലിയെ നിഗ്രഹിച്ച് സുഗ്രീവനെ വാനരാധിപതിയായി വാഴിച്ചു കൊള്ളാമെന്ന് ഭഗവാനും പരസ്പരം പ്രതിജ്ഞ ചെയ്തു. ശിവപുത്രനായ ഹനുമാൻ ഗുരുവിൻ്റെ പ്രതീകമാണ്. ഗുരുവാണ് ആധ്യാത്മിക ചൈതന്യമായ ശ്രീരാമനെ വിചാരമാകുന്ന സുഗ്രീവനോട് അടുപ്പിക്കുന്നത്. ഒരു മഹാഗുരു തൻ്റെ സൗമ്യമായ പെരുമാറ്റത്താലും ലളിതസുന്ദരമായ സംഭാഷണ രീതി കൊണ്ടും ആധ്യാത്മിക സാധനയുടെ ബലത്താലുമാണ് ശിഷ്യന്റെ വിചാരത്തെയും, അതായത് സുഗ്രീവൻ, ആധ്യാത്മിക ചൈതന്യത്തെയും, അതായത് ശ്രീരാമൻ, ലക്ഷ്യബോധമാകുന്ന ലക്ഷ്മണൻ, ഇവരെ തമ്മിൽ ബന്ധിപ്പിക്കുന്നത്. ശിഷ്യന്റെ വിചാരങ്ങളും ആധ്യാത്മിക ചൈതന്യത്തെയും ഒന്നാക്കി ചേർക്കുന്നത്, അതായത് ഉരുക്കി ചേർക്കലാണ് അഗ്നിസാക്ഷിയായി സഖ്യം ചെയ്യുക എന്നതിൻ്റെ അർത്ഥം. ഈശ്വര ചിന്തയിൽ നിന്ന് അകന്ന് രജോ ഗുണമാകുന്ന മായയിൽ പെട്ടുപോയ സീതയെന്ന ബ്രഹ്മജ്ഞാനത്തെ സത്കർമ്മങ്ങളാകുന്ന വാനരന്മാരുടെ സഹായത്തോടെ സദ്വിചാരമാകുന്ന സുഗ്രീവൻ തിരിച്ചെടുത്തു കൊടുക്കാം എന്ന് സത്യം ചെയ്തപ്പോൾ തിരിച്ച് രാമൻ വികാരമാകുന്ന ബാലിയുടെ ശക്തിയെ നിയന്ത്രണത്തിലാക്കി വിചാരമാകുന്ന സുഗ്രീവനെ അധികാരത്തിൽ കൊണ്ടുവരാൻ താൻ സഹായിക്കാം എന്ന് തിരിച്ച് സഖ്യം ചെയ്തു. എന്നാൽ മഹാബലശാലിയായ ബാലിയെ വധിക്കുക എന്നത് നിസ്സാര കാര്യമല്ല. കാരണം ദുന്ദുഭി എന്ന മഹാസുരനെ കൊന്നവനാണ് ബാലി. അതിനാൽ ദുന്ദുഭിയുടെ ശരീരമെടുത്ത് പൊക്കുന്നവന് മാത്രമേ ബാലിയെ നേരിടുവാൻ കരുത്തുണ്ടാവുകയുള്ളൂ. അതിനായി
2 പരീക്ഷണങ്ങൾ നടത്തി സുഗ്രീവൻ. പണ്ട് ബാലി യുദ്ധത്തിൽ തോൽപ്പിച്ച ദുന്ദുബി എന്ന അസുരന്റെ തല അപ്പോഴും അവിടെ കിടന്നിരുന്നു. ഭീമാകാരനായ ഒരു പോത്തിന്റെ രൂപത്തിലായിരുന്നു ദുന്ദുബിയുടെ ശിരസ് അവിടെ ഉണ്ടായിരുന്നത്. അതിനെ എടുത്ത് എറിയുവാൻ കഴിയുമോ രാമന് എന്നതായിരുന്നു ആദ്യത്തെ പരീക്ഷണം. രാമൻ തൻ്റെ കാൽ പെരുവിരൽ കൊണ്ട് നിഷ്പ്രയാസം ദുന്ദുബിയുടെ തലയെ തട്ടിയെറിഞ്ഞ് 10 യോജന ദൂരത്തിൽ അത് ചെന്നു വീണു. നമ്മിൽ ഉറങ്ങിക്കിടക്കുന്ന മൃഗീയതയുടെ പ്രതീകമാണ് ദുന്ദുബി. ആ മൃഗീയ വാസനയെ സാധനാനിഷ്ഠനായ രാമൻ നിഷ്പ്രയാസം അടക്കി. ഇതുകൊണ്ടും സുഗ്രീവന് സംശയം തീർന്നില്ല. ബാണപ്രയോഗത്തിൽ കൂടി അങ്ങയുടെ സാമർഥ്യം അറിയുവാനുള്ള അഭിലാഷത്തോടെ കിഷ്കിന്ധയിൽ വളർന്നു നിൽക്കുന്നവയും ബാലിയുടെ ഭുജബലത്തിന് സാക്ഷിഭൂതങ്ങളുമായ സപ്തസാലവൃക്ഷങ്ങളിൽ ഒന്നിനെയെങ്കിലും ശരം പ്രയോഗിച്ച് മുറിക്കുവാൻ അപേക്ഷിച്ചു. രാമനാകട്ടെ സപ്തസാലങ്ങളെ ഒരൊറ്റ അമ്പ് കൊണ്ട് തന്നെ ഭേദിച്ചു. ഇവിടെ സപ്തസാലങ്ങൾ എന്നത് 7 ആധാരചക്രങ്ങളുടെയും രാമബാണം എന്നത് കുണ്ടലിനി ശക്തിയുടെയും പ്രതീകങ്ങളാണ്. കുണ്ടലിനി ശക്തി അഥവാ ജീവശക്തി മൂലാധാരത്തിൽ നിന്നുയർന്ന് സ്വാധിഷ്ഠാനം, മണിപൂരകം, അനാഹതം, വിശുദ്ധി, ആജ്ഞാചക്രം എന്നീ നിലയിൽ നിന്നുയർന്ന് സഹസ്രാര പത്മത്തിലെത്തുമ്പോഴാണ് പൂർണ്ണമായ സമാധി അവസ്ഥ കൈവരികയുള്ളൂ. ഇവിടെ രാമബാണം മനോവേഗത്തിൽ പാഞ്ഞു ചെന്ന് 7 ആധാരചക്രങ്ങളെയും കടന്ന് അങ്ങയുടെ സ്ഥാനത്തെ തന്നെ പ്രാപിച്ചു ആനന്ദാവസ്ഥയിലെത്തി. ഈ 2 ദൃഷ്ടാന്തം കൊണ്ടും സുഗ്രീവന്റെ സംശയം മുഴുവൻ തീർന്നു. അനന്തരം സുഗ്രീവൻ, അല്ലയോ ഗുരുവായൂരപ്പ, അങ്ങയുടെ പിൻബലത്തോടുകൂടി ബാലിയുമായി യുദ്ധത്തിനൊരുങ്ങി. യുദ്ധം മുറുകി. ബാലി സുഗ്രീവനെ വധിച്ചേക്കും എന്ന നിലയിലായി. ആ സമയം നിന്ദ്രവടി മറഞ്ഞിരുന്ന് ബാലിയെ നിഗ്രഹിച്ചു. രാജ്യം സുഗ്രീവന് നൽകി. സുഗ്രീവനെ വാനര രാജാവായി അഭിഷേകം ചെയ്തു. മറ്റൊരുവനോടുകൂടി യുദ്ധം ചെയ്യുന്ന അവസരത്തിൽ മറഞ്ഞിരുന്ന് ഭഗവാൻ ബാലിയെ നിഗ്രഹിച്ചത് ഒട്ടും ധർമ്മമായില്ല എന്ന് തോന്നാം. രാമന് അതിനാൽ ഒരു കളങ്കം ചാർത്തുകയും ചെയ്യുന്നു ഭൂരിഭാഗം ജനങ്ങളും. ഇതിൻ്റെ സത്യാവസ്ഥയെ വിചാരം ചെയ്ത് അറിഞ്ഞുകൊള്ളണം. ഇവിടെ ബാലി തൻ്റെ സഹോദരൻ ജീവിച്ചിരിക്കുമ്പോൾ തന്നെ ആ സഹോദരൻ്റെ ഭാര്യയെ ബലാത്കാരമായി ഭാര്യയാക്കി. കിഷ്കിന്ധയിലെ രാജാവാണ് ബാലി. രാജാവ് തന്നെ ഈ തെറ്റ് പ്രവർത്തിച്ചാൽ ജനങ്ങളുടെ ഗതി എന്താകും? ഗീതയിൽ പറയും, യദ്യത്യാചരതോ ശ്രേയ തത്തദേവോ ഇതരോ ജനാഹ. മഹാന്മാർ അഥവാ യോഗ്യന്മാർ എന്ത് ആചരിക്കുന്നുവോ അതായിരിക്കും പുറകെ അനുഗമിക്കുന്നവരും ചെയ്യുക. അതിനാൽ ബാലി ശിക്ഷാർഹനാണ്. ബാലി ഭക്തനാണ്. എങ്കിലും ഭഗവാൻ പല സ്ഥലത്തും അരുളി ചെയ്തിട്ടുണ്ട്, എൻ്റെ ഭക്തന്മാരെ ദ്വേഷിക്കുന്നവർ എന്നെ തന്നെയാണ് ദ്വേഷിക്കുന്നത് എന്ന്. അവരെ ആരാധിക്കുന്നവർ എന്നെ ആരാധിക്കുകയും ചെയ്യുന്നു. ഇവിടെ ആദിത്യപുത്രനായ സ്വഭക്തനായ സുഗ്രീവനെ സർവാത്മന പീഡിപ്പിച്ചു വരുന്ന ബാലിയെ സ്വന്തം ശത്രുവായി ഭഗവാൻ പരിഗണിച്ചു. ബ്രഹ്മദേവന്റെ വരബലം കൊണ്ട് ബാലിയെ ആര് എതിർക്കാൻ നോക്കുന്നുവോ ആ ശത്രുവിൻ്റെ പകുതി ബലം ബാലിക്ക് ലഭിക്കും. അതിനാൽ തന്നെ ബാലി അഹങ്കാരിയായി തീർന്നിരുന്നു. ബ്രഹ്മാവിൻ്റെ വരബലത്തെ നിറവേറ്റേണ്ടത് തൻ്റെ ധർമ്മമാണ് എന്ന് കരുതി ഭഗവാൻ ഒളിഞ്ഞു നിന്ന് വധിച്ചു. ബാലി രാവണന്റെ സുഹൃത്തായിരുന്നു. സീതാന്വേഷണത്തിനായി രാമൻ ബാലിയോട് സഖ്യം ചെയ്തിരുന്നുവെങ്കിലോ ആ നിമിഷം സീതയെ രാമന് നൽകും. പക്ഷേ രാമന്റെ അവതാര ലക്ഷ്യം നടപ്പാവുകയില്ല. അതിനാൽ ഭഗവാൻ ഒളിഞ്ഞ് അമ്പ് ചെയ്തു. അതിനാൽ ശത്രുപക്ഷപാതിയും അനുജന്റെ ഭാര്യയെ സ്വന്തം സഹോദരിയായി അമ്മയായി കാണാത്തതിലും ആദതായി ആയതിനാലും ബ്രഹ്മാവിൻ്റെ വരത്തെ മാനിച്ചുകൊണ്ടും രാമൻ ബാലിയെ വധിച്ചു. സുഗ്രീവനെ രാജാവാക്കി വാഴിച്ചു. തുടർന്ന് വർഷകാലം ആരംഭിച്ചു. വർഷകാലം
യുദ്ധയാത്രയ്ക്ക് അനുകൂലമല്ലാത്തതിനാൽ സുഗ്രീവന്റെ അഭിപ്രായമനുസരിച്ച് അക്കാലമത്രയും ഇന്ദ്രുവടി ജാനകി വിയോഗത്താൽ മനുഷ്യസഹജമായ ദുഃഖത്തിന് പാത്രമായവൻ എന്നതുപോലെ മദന്ത മഹർഷിയുടെ ആശ്രമ സമീപം മാല്യവാൻ എന്ന പർവ്വതത്തിൽ കഴിഞ്ഞുകൂടി. ബാലി വികാരത്തിൻ്റെയും സുഗ്രീവൻ വിചാരത്തിൻ്റെയും പ്രതീകങ്ങളാണ്. വിചാരത്തിലൂടെയുള്ള, അതായത് ജ്ഞാനത്തിലൂടെയുള്ള ഭക്തി മാത്രമേ നിലനിൽക്കുകയുള്ളൂ. വികാരാവേശമുള്ള ഭക്തി നിലനിൽക്കില്ല. വികാരത്തെ പൂർണ്ണമായി അടക്കുവാൻ ഭഗവാന്റെ അനുഗ്രഹമായ ഒളിയമ്പുകൊണ്ട് മാത്രമേ സാധ്യമാവൂ. യുക്തിചിന്തയിൽ അധിഷ്ഠിതമായ ജ്ഞാനഭക്തി നമ്മെ രാമനിൽ എത്തിച്ചേർക്കുന്നു. ഒരിക്കൽ കൂടി ഈ ശ്ലോകത്തെ ജപം ചെയ്യാം. നീത സുഗ്രീവ മൈത്രീം തദനു ഹനുമത ദുന്ദുഭേകായമുച്ചൈ ക്ഷിപ്ത്വാങ്കുഷ്ടേന ഭൂയോ യുലവിധയുഗപദ പത്രിണാ സപ്തസാലാൻ ഹത്വാ സുഗ്രീവഘാതോദ്യതം അതുലബലം ബാലിനം വ്യാജവൃത്യാ വർഷാവേലാമനൈഷീർ വിരഹതരളിത ത്വം മദംഗാശ്രമാന്തേ. ഓം തത്സത്. ഹരി ഓം.